വഖഫ് ബില്ലിനെ അനുകൂലിച്ച് പാർലമെന്റിന് പുറത്ത് മുസ്ലിം സമൂഹത്തിന്റെ ആഹ്ലാദ പ്രകടനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ചായിരുന്നു മുസ്ലിം ജനത രംഗത്ത് വന്നത്. മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലെ മുസ്ലിം സംഘടനകൾ ബില്ലിനെ അനുകൂലിച്ച് രംഗത്ത് വന്നു. വഖഫ് ബില്ലിനെ തീവ്ര ഇസ്ലാമിക സംഘടനകൾ എതിർക്കുമ്പോൾ സാധാരണ മുസ്ലിങ്ങളുടെ വികാരം വ്യത്യസ്തമാണ്. വഖഫ് ഭേദഗതി ബില്ലിന് പിന്തുണയറിയിച്ച് നൂറുകണക്കിന് മുസ്ലിങ്ങൾ പാർലമെന്റിന് പുറത്ത് ലഡു വിതരണം ചെയ്ത് ആഘോഷിച്ചു. വഖഫ് ബിൽ കൊണ്ടുവന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിവാദ്യം അർപ്പിച്ചായിരുന്നു മുസ്ലിം സമൂഹത്തിന്റെ ആഹ്ലാദ പ്രകടനം. हम आए मोदी जी को मजबूत करने के लिए पार्लियामेंट के अंदर। मोदी हम लोग बाहर से समर्थन कर रहे हैं। मोदी जी आप पीछे मत हटिए बिल्कुल और वक्फ बोर्ड के बिल को पास कराइए। वक्फ संशोधन जो है वो बहुत अच्छा है देश के लिए, देश के मुसलमानों की भलाई के लिए आप ये बिल लेकर आ रहे हैं। महिलाओं की भी भागीदारी इसके अंदर मेंबर बनाने की बात चल रही है, तो कहीं ना कहीं मोदी जी महिलाओं को सशक्ति करते हैं। मुस्लिम महिलाओं को उन्होंने सशक्ति करने का काम किया, तो हम तो इसकी तारीफ करते हैं और हम चाहते हैं कि ये वक्फ अमेंडमेंट बिल जो पास कराने की कोशिश की जा रही है बिल्कुल पास हो। മുത്തലാഖ് നിരോധിച്ചതുപോലെ മുസ്ലിം സമൂഹത്തിന്റെ പുരോഗതി ലക്ഷ്യമിട്ടുള്ള മറ്റൊരു നീക്കമാണ് വഖഫ് ഭേദഗതി ബില്ലെന്ന് മുസ്ലിം സ്ത്രീകളുടെ പ്രതികരണം. ट्रिपल तलाक के बाद में ये आया है। देखो जो सरकार ने जो भी किया है अभी तक वो सब कुछ अच्छा किया है और उसके बाद में ये लाए तो हमें बहुत खुशी है और हम चाहते हैं कि ये बिल पास होना चाहिए। തീവ്ര മുസ്ലിം വോട്ട് ലക്ഷ്യമിട്ട് കോൺഗ്രസും ഇന്ത്യ സഖ്യവും സഭയിൽ വഖഫ് ബില്ലിനെ എതിർക്കുമ്പോഴാണ് പാർലമെന്റിന് പുറത്ത് മുസ്ലിം സമൂഹം തന്നെ ബില്ലിനെ അനുകൂലിച്ച് രംഗത്തെത്തിയത്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വിവിധ മുസ്ലിം സംഘടനകൾ ബില്ലിനെ അനുകൂലിച്ച് പ്രകടനം നടത്തി. ജനം, ഡൽഹി.